ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള വിസിറ്റിംഗ് വിസയെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും ഓസ്കി എക്സാം എന്താണെന്ന് അറിയായിരിക്കുമല്ലോ. ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് ആവണമെങ്കിൽ 2 എക്സാംസ് പാസ്സാവണം. എൻക്ലിക്സ്, ഓസ്കി, പിന്നെ ലാംഗ്വേജ് ടെസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്ന എക്സാമാണ് ഓസ്കി എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലെ സെൻറ്ററിൽ പോയിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. 2 സെൻറ്റേഴ്സാണുള്ളത്, മെൽബണിലും പിന്നൊന്ന് അഡലൈഡിലും. എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഓസ്ട്രേലിയ പോലുള്ളൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ വാലിഡ് ആയിട്ടുള്ളൊരു വിസ ഉണ്ടായിരിക്കേണ്ടതാണ്. സബ് ക്ലാസ് 600 ആണ് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, ടൂറിസ്റ്റ് വിസ. ഓവർസീസിൽ നിന്ന് പല കാൻഡിഡേറ്റ്സും ഓസ്കി അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഈ ഒരു വിസയിലാണ് പോകുന്നത്. ഇതൊരു വിസിറ്റിംഗ് വിസയാണ്. ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത് 1 ഇയർ മുതൽ 3 ഇയേഴ്സ് വരെയാണ്. നമ്മൾ അപ്ലൈ ചെയ്ത വിസയിൽ ഭൂരിഭാഗം കാൻഡിഡേറ്റ്സിനും കിട്ടിയിരിക്കുന്നത് 3 വർഷത്തെ വിസയാണ്. വിസിറ്റിംഗ് വിസയിൽ പോകുകയാണെങ്കിൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ അല്ലേ. എക്സാം അറ്റൻഡ് ചെയ്യുക എന്നൊരു പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വിസ അപ്ലൈ ചെയ്യുന്നത്. വിസിറ്റിംഗ് വിസയിൽ പോകുമ്പോൾ ഷോ മണി കാണിക്കേണ്ടതുണ്ട്. 5 ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ ഷോ മണിയായിട്ട് കാണിക്കേണ്ടി വരുന്നത്. 3 മാസമെങ്കിലും മെച്യൂരിറ്റി ഉള്ള എമൗണ്ട് ആയിരിക്കണം. ഷോ മണി എന്നതിൻ്റെ കൺസെപ്റ്റ് ലിവിങ് കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം വർക്ക് റൈറ്റ് ഇല്ലാത്തൊരു വിസ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഫണ്ട് അത്യാവശ്യമാണ്. അതിനാണ് ഈ ഒരു ഷോ മണി ബാങ്കിൽ കാണിക്കുന്നത്. $190 ഓസ്ട്രേലിയൻ ഡോളറാണ് ആപ്ലിക്കേഷൻ ഫീസ്. പ്രോസസ്സിംഗ് ടൈം മാക്സിമം 60 വർക്കിംഗ് ഡേയ്സ് വരുന്നുണ്ട്. പക്ഷേ അപ്ലൈ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ വിസ ഗ്രാൻഡ് ലെറ്റർ വന്ന കേസസും ഒത്തിരിയാണ്. നമ്മൾ ഏത് കൺട്രിയിലാണോ സ്റ്റേ ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് വിസയുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ടി വരുന്നത്. ചില കൺട്രിയിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബയോമെട്രിക് ചെയ്യേണ്ടി വരും. വേറെ ചില കൺട്രിയിലാണെങ്കിൽ മെഡിക്കൽ ചെയ്യേണ്ടി വരും. അങ്ങനെ പല കണ്ടീഷൻസ് വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ള കാൻഡിഡേറ്റ് ആണ്, ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് ബയോമെട്രിക്കും മെഡിക്കലും കംപ്ലീറ്റ് ചെയ്യേണ്ടതില്ല. അതേസമയം ഗൾഫ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സാണ്, ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് ബയോമെട്രിക് ചെയ്യേണ്ടി വരുന്നുണ്ട്. വേറൊരു കേസ്, ഇറ്റലിയിൽ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് നഴ്സാണ്. അവർക്ക് ഓസ്കി എഴുതാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിൽ പോകണം എന്നുണ്ടെങ്കിൽ ഈ സെയിം വിസ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ അവർക്ക് മെഡിക്കൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കൺട്രിയിലാണോ സ്റ്റേ ചെയ്യുന്നത് അതും ഒരു ഫാക്ടറായിട്ട് വരും. വിസയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേസ് ഓഫീസറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഓരോ കേസ് ഓഫീസറും ഡിഫറൻ്റ് ആണ്. നമ്മുടെ വിസ ഹാൻഡിൽ ചെയ്യുന്ന കേസ് ഓഫീസറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ വിസയുടെ ഡിസിഷനും ടൈം ഫ്രെയിമും. കൂടെയുള്ള ഫ്രണ്ട്സിന് 2 ദിവസം കണ്ട് വിസ കിട്ടി, നമുക്കിതുവരെ വിസ വന്നിട്ടില്ല, അങ്ങനെയുള്ള ഒത്തിരി ക്വറീസ് നമുക്ക് വരാറുണ്ട്. അതൊക്കെ ഇൻഡിവിജ്വൽ കേസ് അനുസരിച്ച് വേരി ചെയ്യുന്ന കാര്യമാണ്. വേറൊരു കാൻഡിഡേറ്റിന് വിസ കിട്ടിയെന്ന് കരുതി മറ്റൊരാൾക്ക് കിട്ടണമെന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഓരോ കേസ് ഓഫീസറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്ര നല്ല പ്രൊഫൈലാണെങ്കിൽ കൂടി റെഫ്യൂസൽസ് വരുന്ന കേസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിക്കുന്ന വിസയാണെങ്കിൽ അവർക്ക് വിസ ഗ്രാൻഡ് ലെറ്ററും വരാറുണ്ട്. പെർമനൻ്റായി ഓസ്ട്രേലിയയിൽ സ്റ്റേ ചെയ്യില്ല എന്നൊരു കാര്യമാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്തിട്ട് വേണം വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്യാൻ. സാലറി, ഏജ്, ഫിനാൻഷ്യൽസ്, ഫാമിലി, നമ്മൾ സ്റ്റേ ചെയ്യുന്ന കൺട്രി, ഇതെല്ലാം നമ്മുടെ വിസയുടെ ഡിസിഷന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. വിസ ഡിസിഷൻ വന്നാൽ നമ്മൾക്ക് കേസ് ഓഫീസറിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു റൈറ്റും ഉണ്ടായിരിക്കുന്നതല്ല. വിസയുടെ ഗ്രാൻഡ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആപ്രിലിൽ ഇൻഫോം ചെയ്ത് ആപ്രിൽ നിങ്ങൾക്കൊരു ഡേറ്റ് തരുന്നതാണ്. ആ ഡേറ്റ് അനുസരിച്ച് ഓസ്ട്രേലിയയിലേക്ക് ട്രാവൽ ചെയ്തിട്ട് ഓസ്കി എന്നുള്ള രണ്ടാമത്തെ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. വിസിറ്റിംഗ് വിസയിലായത് തന്നെ എക്സാം എഴുതിയിട്ട് തിരിച്ചു പോരേണ്ടി വരും. 3 മാസത്തിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയി ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് ഈ ഒരു വിസയിൽ തുടരാൻ സാധിക്കില്ല. ടൂറിസ്റ്റ് വിസ എന്ന് പറയുന്ന സബ് ക്ലാസ് 600 ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ജനറൽ ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് വിസയുടെ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഇത് ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാനിരിക്കുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടിയുള്ള അപ്ഡേറ്റ് ആണ്. വിസിറ്റിംഗ് വിസയുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഓസ്കി എഴുതാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഓസ്ട്രേലിയയിൽ പോകണം എന്നുണ്ടെങ്കിൽ വിസ ചെയ്യാൻ വേണ്ടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സർവീസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.